തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം ഉണ്ടായിരിക്കുന്നത്. അടിയന്തര ശസ്ത്രക്രിയക്കെത്തിയ തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് വേണു സുഹൃത്തുക്കൾക്കയച്ച ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ, അത് വാസ്തവം തന്നെ. അത് മനസ്സിലായില്ലയോ? കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറെയും 12 സിസ്റ്ററെയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു പിതാവ്. അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത്. അത് കറക്റ്റാ. അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തോട് ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുക. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഇന്ന് ബുധൻ, ഇന്ന് 6 ദിവസം തികയും. എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അനുവർസാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അനുവർസാത്ത ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കുമെന്ന് ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു. എനിക്ക് എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത് അവർക്കൊരു കാരണവശാലും യാതൊരുവിധ ഐഡിയയില്ല. ഒരൈഡിയയില്ല. ഇവരിനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആത്മസാധനം വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർസാദെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. വേണു മരിച്ചതിന് ശേഷമാണ് ആ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജിനെതിരെ കുടുംബാംഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. വേണുവിൻ്റെ കുടുംബാംഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. വേണുവിൻ്റെ ഭാര്യ ഇതേക്കുറിച്ചുള്ള പരാതിയും ഉന്നയിച്ചിട്ടുണ്ട്. ആ പ്രതികരണം ചോദിച്ചപ്പോഴും ഡോക്ടർ തരാൻ പയ്യെങ്കിൽ ആ ഡോക്ടറിന്റെ അനാസ് തന്നെയാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുമ്പോൾ പഠിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം തലവേദനയ്ക്ക് എന്ത് ഗുളിക കൊടുക്കാം. അല്ലാതെ ഞാൻ നോക്കുന്ന പേഷ്യന്റ് അല്ല എന്ന് പറഞ്ഞു പോകുന്ന അത്ര നല്ല കാര്യം. എന്റെ അനിയൻ മരിക്കാൻ ആശുപത്രി എന്താ കുറ്റം കൊണ്ട് ഈ കൈക്കൂലിയുടെ കൂടുതൽ കൊണ്ടാണ്. അവര് കൈക്കൂലി ചോദിച്ചിട്ടാണ് എന്റെ അനിയനെ ചികിത്സ കൊടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, ഈ കൈക്കൂലിയുടെ കാര്യമാണല്ലോ വേണു പറയുന്നത്. മാത്രമല്ല വേണുവിന്റെ സഹോദരനും ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടു. അതിലും അങ്ങനെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കുടുംബത്തിന്റെ പരാതി ഇപ്പോൾ എന്താണ്? മഞ്ജുഷ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു വേണുവിന് ചികിത്സ കിട്ടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. കൊല്ലം പന്മന സ്വദേശിയാണ്. 48 വയസ്സാണ് വേണുവിന്. താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥ എന്ന വേണുവിന്റെ ശബ്ദ സന്ദേശവും ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നുമാണ് ഗുരുതരാവസ്ഥയിൽ വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നത്. ഒക്ടോബർ 31-നാണ് ഈ രോഗി 5 ദിവസം മുൻപ്, അതായത് നെഞ്ചുവേദനയെ തുടർന്നാണ് ചികിത്സ തേടി എത്തിയത്.
ഇതിൽ ആൻജിയോഗ്രാം ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശത്തെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. പക്ഷേ 5 ദിവസം പിന്നിട്ടിട്ടും ചികിത്സ ഒന്നും തന്നെ ലഭ്യമായില്ല എന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ തന്നെ പറയുന്നത്. ഡോക്ടർ കുറിച്ച് നൽകിയ മരുന്നുകൾ പോലും അവിനേഷ്, ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇതേക്കുറിച്ചുള്ള പ്രതികരണം നമ്മുടെ വിശ്വാസ്യതയുടെ ലക്ഷണമല്ലേ? കൂടുതൽ രോഗികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചികിത്സ തേടി വരുന്നു. അത് എവിടെയായാലും കൂടുതൽ ആൾക്കാർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഡിക്കൽ കോളേജ് വിശ്വാസമുണ്ട് എന്നുള്ളതിന്റെ അർത്ഥമല്ലേ? മറ്റൊരു കാര്യം, നമ്മുടെ ശ്രീകുട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച് എന്താണ് അവസ്ഥ? അല്ല, ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതുപോലെ സ്റ്റാറ്റസ് കോ തന്നെ തുടരുന്നത്. റിപ്പീറ്റ് CT എടുത്ത സമയത്ത് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്നും ഇപ്പം ന്യൂറോളജി പ്രൊഫസർമാരും ക്രിട്ടിക്കൽ കെയർ വിദഗ്ധരും അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശകലം നേരത്തെ പറഞ്ഞത് പേഷ്യന്റിന് ഒരു CT. വിനേഷ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ സൂപ്രണ്ട് അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. ഇപ്പോൾ സൂപ്രണ്ട് പറയുന്നത് ട്രെയിനിൽ നിന്ന് അപ്പോൾ അവിടെ ഒരാൾ തള്ളിയിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ശ്രീകുട്ടിയെക്കുറിച്ചുള്ള വിവരമാണ് ഇപ്പോൾ പറഞ്ഞത്. അതിനു മുൻപ് സൂപ്രണ്ട് സംസാരിച്ചിരുന്നു. സൂപ്രണ്ട് പറഞ്ഞത് ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല എന്നാണ്. ഇവർ പരാതിയായിട്ട് ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ? തീർച്ചയായും മഞ്ജുഷ, മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പരാതിയിൽ തന്നെ പറയുന്നത്. കൃത്യമായ ഒരു അന്വേഷണം നടത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഇപ്പോൾ മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അല്പസമയത്തിനകത്ത് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് അറിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാകും ഒരു നടപടിയിലേക്കൊക്കെ കുടുംബം നീങ്ങുക. എന്തായാലും വലിയൊരു, ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ആ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ രീതിയിൽ മനോവിഷമം ഉണ്ടാകുന്ന തരത്തിലാണ് അയാളുടെ ഒരു, കാരണം ചികിത്സ ലഭ്യമാകുന്ന 5 ദിവസമായിട്ടും ആൻജിയോഗ്രാം ഉൾപ്പെടെ ചെയ്യാൻ റെഫർ ചെയ്ത ഒരു പേഷ്യന്റിനെ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉള്ള ആ കുടുംബത്തിന്റെ ഒരു വലിയൊരു അങ്കലം. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഇന്ന് അറിയാൻ കഴിയും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളായിട്ട് കുടുംബം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. മഞ്ജുഷ്. ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.